എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഡ്രസ്സുകളൊക്കെ അയൺ ബോക്സ് ഇല്ലാതെ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അയൺ ബോക്സിൽ അയൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് തേച്ചെടുക്കാനായിട്ട് സാധിക്കും. അത്രയും പെർഫെക്ഷൻ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം ചുളിവുകളുള്ള ഭാഗത്തെ ചുളിവുകളൊക്കെ മാറി പുറത്തിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് ഡ്രസ്സുകൾ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതല്ലേ, അത് നമുക്ക് വഴിയെ കാണാം. അതിനു മുമ്പ് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമുക്ക് ഇലക്ട്രിക് അയൺ ബോക്സ് ഇല്ലാതെ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് അത് വെച്ചിട്ടൊക്കെ അയൺ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. ആ ഒരു മെത്തേഡേ അല്ല ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ചുളിവുകൾ മാറ്റുന്ന ഒരു ലിക്വിഡാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ചുളിവുകൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ആ ലിക്വിഡ് നമ്മൾ ഡ്രസ്സിലൊക്കെ സ്പ്രേ ചെയ്ത് ചുളിവുകൾ മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാൻ ചിലപ്പോൾ കളറ് പോവുക, ഡ്രസ്സിൻ്റെ കളറ് പോകാമെന്നൊക്കെ. ഇത് നല്ലൊരു ഷർട്ടാണ് ഞാൻ കാണിക്കുന്നത്. പുറത്തിട്ടുകൊണ്ട് പോകുന്ന ഒരു ഷർട്ടിൽ തന്നെയാണ് ഞാനത് പരീക്ഷിച്ചത്. അപ്പോൾ അത്യാവശ്യം ചുളിവുകളൊക്കെ മാറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയോ എന്നുള്ളത്. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ലിക്വിഡ് വേണോ അതിനനുസരിച്ചിട്ട് ഈ പറയുന്ന ഐറ്റംസൊക്കെ ഡബിൾ ചെയ്ത് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ഏകദേശം വലിയ സ്പൂൺ 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം, 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്, ഇത് ടീസ്പൂണല്ല ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം, നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആൽക്കഹോളാണ്. റബ്ബിംഗ് ആൽക്കഹോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് കിട്ടും. ഐസോപ്രൊപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ നമ്മൾ സാനിറ്റൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന, അണുവിമുക്തമാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ്. അപ്പോൾ ഇതും ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത പരിപാടി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ സാനിറ്റൈസറൊക്കെ മേടിക്കുന്ന ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ ഉണ്ട്. അത് ചിലതിലാണെങ്കിൽ സ്പ്രേ നന്നായിട്ട് വർക്കാവില്ല. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. കുപ്പിയിൽ ഇത് ഒഴിച്ചതിന് ശേഷം കുപ്പിയുടെ അടപ്പിൽ ഞാൻ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൂചി വെച്ചിട്ട് ചെറുതായിട്ട് കുത്തി കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് സ്പ്രേ ബോട്ടിൽ തന്നെയാണ് നല്ലത്. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഈവനായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആ ഒരു വെള്ളത്തെയും നല്ലപോലെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാകുമ്പോൾ ചിലയിടത്ത് കുറച്ച് കൂടുതൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഷാൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ അവിടെ എവിടെയൊക്കെ ചുളിവുകളുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ചുളിവുകളുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് ഇത് സ്പ്രേ ബോട്ടിലല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഴുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്പ്രേ ബോട്ടിൽ തന്നെ എടുക്കുക. അപ്പം നല്ലപോലെ നമുക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് നമുക്ക് നന്നായി കിട്ടും. ഇങ്ങനെ ഒരുപാട് നനവ് ഡ്രസ്സിലിങ്ങനെ വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ആ ചുളിവുകളൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് നിവർത്തി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചുളിവുകൾ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഒരുപാട് പഴക്കമുള്ള കട്ട ചുളിവുകളൊന്നും ഇതിൽ പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് ഡെയിലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചുരിദാർ നമ്മൾ ഒരു തവണ പോയി നമ്മളത് മടക്കി വെച്ചു, അവിടെ എവിടെയൊക്കെ ചുളിവുകൾ വന്നു, അപ്പോൾ ആ ചുളിവുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്
നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്യാവശ്യം എല്ലാ ചുളിവുകളും പോയി കിട്ടും. ഭയങ്കര കാലപ്പഴക്കമുള്ള ചുളിവുകളൊക്കെ അയൺ ബോക്സിൽ പോലും ചിലപ്പോൾ തേച്ച് കഴിഞ്ഞാൽ പോവില്ല. അങ്ങനെയുള്ളതൊന്നും ഇതിൽ തേച്ചാലും പോവില്ല. അപ്പോൾ ഈ ഷോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ടല്ലോ, അവിടെ എവിടെയൊക്കെ ചുളിവുണ്ട്. നമ്മൾ അലക്കിയിട്ടൊക്കെ ഇങ്ങനെ പിഴിയുമ്പോൾ വരുന്ന ടൈപ്പിലുള്ള ചുളിവുകളാണ്. അപ്പോൾ ഈ ചുളിവുകളൊക്കെ നമുക്ക് ഇത് ഒന്ന് ഒഴിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇത് പോയി. അതേപോലെ തന്നെയാണ് ഷർട്ട്. നിങ്ങൾ തുടക്കത്തിൽ കണ്ട ആ ഷർട്ടാണ്. ആ ഷർട്ടിൻ്റെ ചുളിവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് നമ്മൾ കഴുകുന്ന സമയത്ത്, അലക്കുന്ന സമയത്ത്, പിഴിയുന്ന സമയത്തൊക്കെ വരുന്ന ടൈപ്പിലുള്ള ചുളിവുകളാണ്. അപ്പോൾ ഇത്തരം ചുളിവുകളൊക്കെ പോകാനാണ് ഈ ഒരു ലിക്വിഡ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ഈവനായിട്ട് എല്ലായിടത്തും ഈ ലിക്വിഡ് എത്തിയും നല്ല പോലെ ചുളിവുകൾ പോയി കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് സാനിറ്റൈസറിൻ്റെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തേക്ക് ഈ സ്പ്രേ ബോട്ടിൽ സാനിറ്റൈസർ വാങ്ങിച്ചാലും ചിലപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ ആ സ്പ്രേ ചെയ്യുമ്പോൾ അത് ശരിക്കും വർക്ക് ആവാറില്ല. അങ്ങനത്തെ പലതും കുറേ ബോട്ടിൽസ് ഇവിടെ വെറുതെ ഇങ്ങനെ കളയാണ് ചെയ്തത്. അപ്പം നല്ല ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് ചുളിവുകളൊക്കെ നന്നായിട്ട് കൈ വെച്ചിട്ട്, നമ്മളിങ്ങനെ വെള്ളം സ്പ്രേ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് ആ ചുളിവുകളുള്ള ഭാഗത്ത് നമുക്ക് ഈവനായിട്ട്, നമ്മൾ തേപ്പ് പെട്ടിയിൽ എങ്ങനെയാണോ ആ ചൂട് കൊണ്ട് നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ പോകുന്നത്, അതേപോലെ ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ആ ചുളിവുകളൊക്കെ പോയി കിട്ടും. അതിനുശേഷം ഇത് ഈർപ്പമുണ്ടല്ലോ, അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഈർപ്പമുണ്ട്. ഞാൻ പറഞ്ഞു സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ബോട്ടിലിൽ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ വെള്ളം അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് നമ്മൾ ഈ ലിക്വിഡ് സ്പ്രേ ചെയ്താലും നമുക്ക് ഇതുപോലെ ഈർപ്പത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ ഇത്രത്തോളം നമുക്ക് നനവ് വരില്ല. സ്പ്രേ ബോട്ടിലാകുമ്പോൾ കുറച്ച് നനവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഉണക്കാനായിട്ട് വയ്ക്കണം. നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ വെയിലത്ത് ഉണക്കാനായിട്ടിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ കാറ്റിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരുപാട് നനവ് വരാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫാനിൻ്റെ കാറ്റിൽ തന്നെ നമുക്ക് ഇത് ഉണങ്ങി റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ധൃതി പിടിച്ച് പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സമയമില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ തേക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാൻ പറ്റാത്ത ആളുകൾക്ക്, ചെറിയ രീതിയിലുള്ള ചുളിവുകളൊക്കെ മാറാൻ വേണ്ടി തേപ്പ് പൊട്ടി ഓണാക്കി ചൂടാക്കി അങ്ങനെ തേക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒന്ന് കാറ്റത്ത് കൊണ്ടുപോയി ഇടുക, അത് റെഡിയായി കിട്ടും. നിങ്ങൾ ഈ ഡ്രസ്സിൻ്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ചുളിവുകളുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം ചുളിവുകളുള്ള ഡ്രസ്സുകൾ നമുക്ക് പുറത്തിട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചുളിവുകൾക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ എഫക്റ്റീവാണ് ഈ ഒരു മെത്തേഡ്. നമ്മളത് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം, സ്പ്രേ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്നിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാം ഈ കൈയുടെയൊക്കെ ചുളിവുകൾ മാറുന്നത്. നിങ്ങൾക്ക് ശരിക്കും കൈ ആയിക്കോട്ടെ, നമ്മൾ ഡ്രസ്സിൻ്റെ ഏത് ഭാഗത്താണ് സ്പ്രേ ചെയ്യുന്നത് അവിടുത്തെ ചുളിവുകൾ മാറി കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിങ്ങനെ പറയുന്നതിൻ്റെ കാര്യമില്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ആൽക്കഹോൾ മാത്രമാണ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക.